ഒരു വീട് മാത്രമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളെ ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോഡ് മുതൽ നമ്മൾ തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഹൈവേയുടെ എല്ലാ സൈഡിലും കാണുന്ന ബിൽഡിങ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ബിൽഡിങ്സ് ഉണ്ട്. ഇതിലൊക്കെ കാണുന്ന ബിൽഡിങ്സ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു പക്ഷേ ഫില്ലായിരിക്കാം. ഇനി വേണ്ട തൃശ്ശൂർ ആയിക്കോട്ടെ, കാലിക്കറ്റ് ആയിക്കോട്ടെ, സിറ്റികളിലൊക്കെ കാണുന്ന ഒരു ഇഷ്യൂ ആണ്. ഗ്രൗണ്ട് ഫ്ലോർ ഫില്ലായിരിക്കാം, പക്ഷെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഒക്കെ ഇവർ കാശുള്ളതിനനുസരിച്ച് 5 or 6 പില്ലർ മാത്രമേ നിൽക്കുന്നുണ്ടാവുള്ളൂ. അതെ, ഒക്കെ വേക്കൻ്റ് ആയിരിക്കും. ആളുകൾ അത് പ്രോപ്പർ അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. ഇപ്പം ഈ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ക്രൈസിസ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ആളില്ല, കച്ചവടം ചെയ്യാൻ ആളില്ല. കച്ചവടം ചെയ്യാൻ ആൾക്ക് വേണ്ട സ്ഥലത്ത് ഈ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ പറമ്പിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അവിടെ കച്ചവടക്കാരൻ വരണം എന്ന് പറഞ്ഞാൽ കാര്യമില്ല. 4 ആൾ കൂടുന്ന സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്ത് ഇതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പ്രവാസികളുണ്ടെന്ന് തോന്നുന്നു. അവിടെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ ചിലപ്പോൾ ഒരു സ്ഥലം ഉണ്ടാവും, ആ സ്ഥലത്ത് ഒരു 3-4 കെട്ടിടം അങ്ങോട്ട് പണിതിടാം. ചെറിയൊരു ഗ്രാമപ്രദേശമായിരിക്കും, അവിടെ അത്രയും ഷോപ്പുകളുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ ഒരു 3-4 ബിൽഡിംഗും കിട്ടി, അല്ല ആദ്യത്തെ ഒരു ഫ്ലോർ മാത്രം പണി തീർത്ത് 2 ഫ്ലോർ ഇങ്ങനെ പില്ലറായിട്ട് നിന്ന് അല്ലേ, ഒരു ഫീസിബിൾ സ്റ്റഡീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അത്തരത്തിലുള്ള ടെക്നിക്കൽ സൈഡിൽ കംപ്ലീറ്റ് ഷാപ്പ് നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ദുബൈ ഓഫീസിൽ നമ്മൾ ഇവർക്ക് ഇപ്പോഴും നമ്മളെ ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ ലോഞ്ച് ചെയ്ത് ഈ കമോൺ കേരള എക്സിബിഷനിലാണ് അവിടെ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ഇഷ്ടംപോലെ ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്ലോട്ടിൽ എന്താണ് അവിടെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്നുള്ളത് അത് ഞങ്ങൾ സ്റ്റഡി ചെയ്ത് അവിടേക്ക് ഇതാണ് ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒരു പ്രൊജക്റ്റിന് വേണ്ടി വേണമെങ്കിൽ ഇയാളുടെ എന്തെങ്കിലും അവിടെ പണിയാന്ന് ഞങ്ങൾക്ക് പറയാം. പക്ഷേ ഇവിടെ ഒന്നും ചെയ്യേണ്ട, ആ പ്ലോട്ട് നമുക്ക് സെല്ല് ചെയ്യാം, അത് കൃഷിക്കേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്തിട്ട് നമുക്ക് വേറെ പ്ലോട്ട് നോക്കാം. ആ രീതിയിൽ ഞങ്ങൾ അവരെ ഡയറക്റ്റ് ചെയ്യും.